ഹായ് അസ്സാം വലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നല്ല വേനൽക്കാലത്ത് ഇതുപോലെ ചെയ്തു വെച്ചാൽ നല്ല മഴക്കാലമാകുമ്പോൾ നമുക്ക് പനി, ജലദോഷം ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ചുക്കുപൊടി എടുത്തിട്ട് ചുക്ക് കാപ്പി ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ അങ്ങനെ എങ്ങനെ ചെയ്യാമെന്ന് എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് കാണിക്കാം കേട്ടോ. എനിക്ക് കുറച്ച് ഇഞ്ചി, നല്ല മൂത്ത ഇഞ്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് കാക്ക പുറത്തുനിന്ന് പച്ചക്കറി മാർക്കറ്റിൽ പച്ചക്കറി എടുക്കാൻ പോയപ്പോൾ അവിടുന്ന് കുറച്ച് മൂത്ത ഇഞ്ചി എനിക്ക് അങ്ങനെ ആ വകുപ്പിൽ കിട്ടി. അപ്പോൾ അത് ഞാൻ കൊണ്ടുവന്നിട്ട് നല്ല പോലെ തൊലിയൊക്കെ പോക്കി കഴുകി വൃത്തിയാക്കി ഇതുപോലെ മിക്സിയിലിട്ട് ചതച്ചെടുത്തതിന് ശേഷം അത് നല്ല പോലെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ രണ്ട് പ്രാവശ്യമൊക്കെ ചതച്ചെടുത്തു കേട്ടോ. ഇത് ഞാൻ മുമ്പേ ഇടേണ്ട വീഡിയോ ആണ്, പക്ഷേ അന്ന് എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാട്ടോ. ഇത് നല്ല വേനൽക്കാലത്താണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ കുറച്ചൊക്കെ വെയിലുണ്ടെന്ന് തോന്നുന്നു. വെയിലുള്ളപ്പോൾ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ ഇത് പൂത്തു പോകും കേട്ടോ. ഇത് രണ്ട് പ്രാവശ്യമാക്കി ഞാൻ ചതച്ചെടുത്തു കേട്ടോ. ഇത്ര കണ്ട് ചതയാനേ പാടുള്ളൂ. എന്നിട്ട് ഇതൊരു മുറത്തിലോ എന്തെങ്കിലും ഇതുപോലത്തെ അലുമിനിയത്തിൻ്റെയോ സ്റ്റീലിൻ്റെയോ ഇങ്ങനത്തെ പരന്ന തട്ടോ എന്താ പറയുക, അവിടെ നിങ്ങളവിടേക്കൊക്കെ എന്താ പറയാന്നറിയില്ല. ഇവിടെ തട്ട് അല്ലെങ്കിൽ എന്താ വലിയ പാത്രം ഉണ്ടാവില്ലേ, വട്ടത്തിൽ നമ്മൾ വലിയ വട്ടച്ചമ്പൊക്കെ മൂടി വെക്കുന്നത്, അതുപോലത്തെ എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ നല്ലോണം വെതറിയിട്ട് അതിൻ്റെ അടിയിൽ ചിലപ്പോൾ നീരുണ്ടാവും. എന്നാലും അങ്ങനെ നീരുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. വെതറിടുമ്പോൾ നല്ല പോലെ അകത്തി തന്നെ വെതറിടുക. എന്ന് വെച്ചാൽ നല്ല പോലെ കുറേശ്ശെ ഇട്ടുകൊടുത്തിട്ട് നല്ല പോലെ അകന്ന് നിൽക്കണം. നല്ല ഒരു 2 വെയിൽ കൊള്ളുമ്പോൾ തന്നെ 2 ദിവസത്തെ വെയിൽ കൊള്ളുമ്പോൾ തന്നെ നല്ലോണം ഉണങ്ങുന്ന രീതിയിൽ പരത്തിയിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ പരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല വെയിലത്ത് കൊണ്ടുവച്ചിട്ട് ഉണക്കുക. ഒരു മഞ്ഞ് അങ്ങനത്തെ ഒന്നും പറയരുത്. പൂത്തു പോയാൽ പിന്നെ നമുക്ക് പൊടിച്ചെടുത്ത് ആക്കി വെക്കാനൊന്നും പറ്റൂല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ഈ പ്രാവശ്യം ഏതായാലും മഴയായി, ഈ മഴയത്ത് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും അടുത്ത വേനൽ വരുമ്പോഴെങ്കിലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നമ്മൾ ഈ ചുക്കിൻ്റെ പൊടിയൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൽ എന്തൊക്കെ പൊടിയാണ്, ചുക്കിൻ്റെ പൊടി തന്നെയാണോ ഒന്നും നമുക്ക് അറിയില്ലല്ലോ. ഞാൻ ഈ ചുക്കിൻ്റെ പൊടി ഉണ്ടാക്കുന്ന ആൾക്കാരെയോ അല്ലാത്തവരെയോ ഒന്നും കുറ്റം പറയാമല്ലോ കേട്ടോ. സംഭവം വാസ്തവം തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കാണുന്നില്ല അതെങ്ങനെ ഉണ്ടാക്കണം. ഇതാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. ഇതിൽ കുറച്ച് കുരുമുളകും തുളസിയും പിന്നെ കാപ്പിപ്പൊടിയും ശർക്കരയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് ഒരു കാപ്പി ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ ഈ നല്ല മഴയുള്ള സമയത്ത് നമുക്കുണ്ടാകുന്ന ജലദോഷം, അതുപോലെ തുമ്മൽ, അതുപോലെ പനി, അങ്ങനെ ചെറിയ പനി എന്നുവെച്ചാൽ വൈറൽ ഫീവറൊന്നും ഇത് വെച്ച് മാറ്റാൻ കഴിയുമെന്ന് വെച്ചിട്ട് ഇതും കഴിച്ചുകൊണ്ട് വീട്ടിലേക്ക് എടുത്ത് ഡോക്ടറെ പോയി കാണിക്കണം. അപ്പം ഇങ്ങനെ അതുപോലെ നമ്മൾ വെയിലത്ത് കൊണ്ടുപോയി വെക്കുക. വെയിലത്ത് കൊണ്ടുപോയി വെച്ച് ഞാനിങ്ങനെ ഒരു 2-3 ദിവസത്തെ നല്ല വെയിൽ കൊള്ളിച്ചിട്ട് എടുത്താട്ടോ. നല്ല വെയിൽ കൊള്ളിച്ച് ഓരോ ദിവസം വെയിൽ കൊള്ളിച്ച് എടുത്തുകൊണ്ട് വരുമ്പോൾ നല്ലോണം പരത്തിയിട്ട് കൊടുക്കണം. പിന്നെ ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. കയ്യാണെങ്കിൽ എടുത്ത് കൊണ്ടുവരുമ്പോൾ ഫാൻ്റെ ചോട്ടിൽ വെക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. വെയിൽ പിറ്റേന്ന് കൊള്ളിക്കുന്നവരെ ഇങ്ങനെ ഇനി ഒരു 3 ദിവസം ഉണക്കിയപ്പോൾ അതാ ഇതുപോലെ ചുക്കുണങ്ങുന്ന പോലെ എന്ന് പറയില്ലേ, ഈ ചുക്കുണങ്ങുന്ന പോലെ പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഉണങ്ങി ഇങ്ങനെ ഞെരിഞ്ഞ് വന്ന് ആ ഞെരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്ത് അപ്പം തന്നെ കൊണ്ടുപോയിട്ട് മിക്സിയിലിട്ട് പൊടിക്കുക. നാളെ പൊടിക്കാൻ വെച്ചാൽ അത് നല്ലപോലെ ഇങ്ങ് പൊടിയൂല. മാത്രമല്ല ചിലർക്ക് നല്ലപോലെ പൊടിയേണ്ടി വരും, ചിലർക്ക് അത്ര കൂടുതൽ പൊടിയേണ്ടി വരില്ല. അതിൽ ഒരു നാരായിട്ട് ഇങ്ങനെ നിൽക്കും. അത് പ്രശ്നമല്ല കേട്ടോ. അത് നല്ല മൂത്ത ഇഞ്ചി ആയതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. നല്ല ഇഞ്ചീൻ്റെ ലക്ഷണമാണ്. നല്ല ഇഞ്ചിയാണെങ്കിൽ നല്ല ചുക്കും കിട്ടും. അപ്പോൾ മിക്സിയിലിട്ട് നല്ലോണം പൊടിച്ചെടുത്താൽ നല്ലൊരു കുപ്പിയിലാക്കി, ഒരു കുപ്പിയിലോ ഒരു ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് ബോട്ടിലായാലും വേണ്ടിയില്ല. ഞാൻ കുറച്ചധികം ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ മഴക്കാലത്ത് എനിക്ക് നല്ല ഉപകാരമായി. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വെയിലിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ വെയിൽ തന്നെ ചെയ്യുക. ഇനി അല്ല വേനൽക്കാലത്താണെങ്കിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ വേനൽക്കാലത്ത് ചെയ്യുക. നല്ല ഫൈനായിട്ട് ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടോ. നല്ല പോലെ പൊടിച്ചെടുത്ത് ഒന്നും നോക്കിയില്ല. എന്നിട്ട് നല്ലപോലെ ഒരു ബോട്ടിലാക്കി വെച്ച് ഇതിൻ്റെ പൊടി പറക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കിട്ടോ. ലൈക്ക് തരാൻ പറയില്ല എന്ന് വിചാരിച്ചാണ്, വീണ്ടും പറഞ്ഞു പോവുക അറിയാതെ. കാരണം ഇത് പറഞ്ഞ് ശീലിച്ചു പോയില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ നമുക്ക് സാധാരണ കിട്ടുന്ന പൊടി ഇതുപോലെ ഒരു നാരായിട്ടല്ലല്ലോ ഉണ്ടാവല്. ക്ലീൻ പൗഡർ പോലെ ഉണ്ടല്ലോ. അതിൽ വേറെ എന്തൊക്കെ പൗഡർ കൂട്ടുന്നുണ്ടാവോ നമുക്ക് അറിയുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കാൻ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.